ഇവിടെ പറയാൻ പോകുന്ന കാര്യം ഇന്നോ ഇന്നലെയോ നടന്നതല്ലെങ്കിലും വർത്തമാനകാല രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കേണ്ടി വന്നിരിക്കുകയാണ്. പരാമർശിക്കുന്ന കാര്യങ്ങൾക്കോ വ്യക്തികൾക്കോ ജീവിച്ചിരിക്കുന്നവരുമായി എന്തെങ്കിലും സാദൃശ്യം തോന്നുകയാണെങ്കിൽ ഒട്ടും യാദൃശികമല്ല, ചരിത്രത്തിന്റെ മുന്നറിയിപ്പാണ്. ഞങ്ങൾക്കോ മാധ്യമധർമ്മവും. നാട്ടിൽ എന്ത് ഗുണ്ടായിസം കാണിച്ചാലും തൊഴിലാളി വർഗ പാർട്ടിയിൽ അംഗത്വമുണ്ടെങ്കിൽ അത് സമത്വസുന്ദരവും അനീതിരഹിതവുമായ ഭാവിയിലേക്കുള്ള വിപ്ലവത്തിന്റെ ഭാഗമായിരിക്കും. ഗുണ്ട വിപ്ലവകാരിയായിരിക്കും. കോടികളുടെ ഭവനങ്ങളിലിരുന്ന് അധികാരത്തണലിൽ കോടികൾ സമ്പാദിക്കുകയും ആർഭാട ജീവിതം നയിക്കുകയും ചെയ്യുന്ന നേതാക്കന്മാരെയും അവരുടെ ഭാര്യമാരെയും മക്കളെയും വിമർശിക്കുന്നവർ പട്ടിണിക്കാരായാലും കാര്യമില്ല. മറ്റു പാർട്ടിയിലുള്ളവരെല്ലാം ഭൂർഷാസികളും തൊഴിലാളി പാർട്ടിയിലുള്ളവർ അധ്വാനിക്കുന്ന ജനവിഭാഗവുമാണല്ലോ. പാർട്ടിയുടെ യുവജന വിദ്യാർത്ഥി പോഷക സംഘടനകളിൽ അംഗമാണെങ്കിൽ എത്ര ക്രിമിനൽ കേസുകളിൽ പ്രതിയായാലും നേതൃപദവിയിൽ ഇരിക്കുകയും ഉളിപ്പില്ലാതെ ധാർമ്മിക പ്രസംഗങ്ങൾ നടത്തുകയും ചെയ്യാം. ചെഗുവേര ഉൾപ്പെടെയുള്ള ലോക വിപ്ലവ പ്രതീകങ്ങളുടെ പടം ചുവരുകളിലും വേദിയിലും പതിക്കുന്നത് കുട്ടി സഖാക്കളും അതുപോലെയാണെന്നൊരു തോന്നൽ ഉണ്ടാക്കാനാണ്. ഈയാമ്പാറ്റകളെ ആകർഷിക്കാൻ അതൊക്കെ ധാരാളം.